എത്തുന്നത് ആഗ്ന ജോസഫ് 9A. മാതാവിനെ നാം പല പേരുകളിലാണ് വിളിക്കുന്നത്. അമലോത്ഭവ മാതാവ്, നിത്യസഹായ മാതാവ്, ലൂർദ് മാതാവ്, ഫാത്തിമ മാതാവ്, കർമ്മല മാതാവ് എന്നിങ്ങനെ. ഇന്ന് നമ്മൾ ചിന്തിക്കുന്നത് കർമ്മല മാതാവിനെ കുറിച്ചാണ്. കാരണം ജൂലൈ 16 കർമ്മല മാതാവിൻ്റെ തിരുനാളാണ്. എല്ലാവർക്കും കർമ്മല മാതാവിൻ്റെ തിരുനാൾ ആശംസകൾ നേരുന്നു. വിശുദ്ധ ഗ്രന്ഥത്തിൽ കാർമൽ മലയെക്കുറിച്ച് പല സ്ഥലങ്ങളിലും പരാമർശിച്ചിട്ടുണ്ട്. രാജാക്കന്മാരുടെ 1-ാം പുസ്തകത്തിൽ 18-ാം അധ്യായത്തിൽ ഏലിയ പ്രവാചകൻ വഴിയാണല്ലോ കാർമൽ മല പ്രസിദ്ധമാകുന്നത്. ബാലിൻ്റെ 450 പ്രവാചകരെ വിശ്വാസത്താൽ തോൽപ്പിച്ച ഇടം, ഏലിയ പ്രവാചകൻ സൈന്യങ്ങളുടെ ദൈവമായ കർത്താവിനെ കുറിച്ചുള്ള തീക്ഷ്ണതയാൽ എരിഞ്ഞ സ്ഥലം. അതുപോലെ 12-ാം നൂറ്റാണ്ടിൽ ഒരു കൂട്ടം സന്യാസിമാർ കാർമൽ മലനിരകളിലേക്ക് പിൻവാങ്ങുകയും ദൈവമാതാവായ പരിശുദ്ധ മറിയത്തിൻ്റെ മാധ്യസ്ഥതയിൽ ധ്യാനാത്മകമായ ജീവിതം നയിക്കുവാനായി കാർമൽ സഭയ്ക്ക് ആരംഭം കുറിക്കുകയും ചെയ്തു. ഇന്ന് കാർമൽ മലയിലെ പരിശുദ്ധ മാതാവിനോടുള്ള ഭക്തി ലോകം മുഴുവൻ വ്യാപിച്ചിരിക്കുന്നു. ബ്രൗൺ സ്കാപ്ലർ എന്ന പേരിൽ അറിയപ്പെടുന്ന കാർമലിലെ പരിശുദ്ധ മാതാവിൻ്റെ ഉത്തരീയത്തെക്കുറിച്ച് ഭൂരിഭാഗം വിശ്വാസികൾക്കും അറിവുള്ളതാണല്ലോ. കുരിശുയുദ്ധത്തിൽ പങ്കാളികളായിരുന്ന ബെർത്തോൾഡിൻ്റെ പ്രയത്നത്താൽ കാർമൽ മലയിൽ താമസിച്ചിരുന്ന ഒരു വിഭാഗം സന്യാസിമാർ 1150 പാശ്ചാത്യ രീതിയിലുള്ള ഒരു സന്യാസ സഭയായി രൂപപ്പെട്ടു. എന്നാൽ സാരസൻ എന്ന വിഭാഗത്തിൻ്റെ ശക്തമായ എതിർപ്പ് സഹിക്കുവാൻ കഴിയാതായപ്പോൾ ആ സന്യാസിമാർ പതിയെ യൂറോപ്പിലേക്ക് കുടിയേറി. പിന്നീട് 1125 ജൂലൈ 16 രാത്രിയിൽ പരിശുദ്ധ കന്യകാ മാതാവ് ഹൊണോറിയോസ് 3-ാമൻ പാപ്പായ്ക്ക് പ്രത്യക്ഷപ്പെടുകയും കർമ്മലിത്ത സഭയെ അംഗീകരിക്കുവാൻ നിർദ്ദേശിക്കുകയും ചെയ്തു. എന്നിരുന്നാലും കർമ്മലിത്ത സഭക്കാർ നിരന്തരം അവഹേളനങ്ങൾക്ക് പാത്രമാകുന്നതിനാൽ സഭയുടെ 6-ാമത്തെ ജനറൽ ആയിരുന്ന വിശുദ്ധ സൈമൺ സ്റ്റോക്ക് തങ്ങളുടെ സംരക്ഷണത്തിന് ആവശ്യമായ പ്രത്യേകം അടയാളം നൽകി അനുഗ്രഹിക്കുവാൻ പരിശുദ്ധ മാതാവിനോട് നിരന്തരം അപേക്ഷിച്ചുകൊണ്ടിരുന്നു. അതേ തുടർന്ന് 1251 ജൂലൈ 16 പരിശുദ്ധ മാതാവ് പ്രത്യക്ഷപ്പെട്ട് ഉത്തരീയം നൽകിക്കൊണ്ട് തൻ്റെ മാതൃപരമായ സ്നേഹത്തിൻ്റെ സവിശേഷ അടയാളമായി നിർദ്ദേശിച്ചു. ഇത് നിനക്കും കർമ്മലിത്താക്കാർക്കും നൽകപ്പെടുന്ന വിശേഷ അനുഗ്രഹമാണ്. ഇത് ധരിച്ചുകൊണ്ട് മരിക്കുന്ന ഒരുവനും നിത്യമായ അഗ്നിയിൽ സഹനം അനുഭവിക്കേണ്ടതായി വരികയില്ല എന്ന് പറഞ്ഞാണ് പരിശുദ്ധ അമ്മ ഉത്തരീയം നൽകിയത്. അതിനാലാണ് ഇന്നത്തെ തിരുനാൾ ഉത്തരീയത്തിൻ്റെ തിരുനാൾ എന്നും അറിയപ്പെടുന്നത്. 1332 കാർമലിലെ പരിശുദ്ധ മാതാവിൻ്റെ തിരുനാൾ കർമ്മലിത്ത സന്യാസിമാർക്കിടയിൽ സ്ഥാപിതമാവുകയും പിന്നീട് 1726 ബെനഡിക്ട് 13-ാമൻ ഈ തിരുനാളിനെ ആഗോള കത്തോലിക്ക സഭയുടെ തിരുനാളാക്കി മാറ്റുകയും ചെയ്തു. അനേകം സഭകളിൽ ഉത്തരീയം അവരുടെ സഭാ വസ്ത്രത്തിൻ്റെ ഒരു ഭാഗമാണ്. എന്നാൽ കർമ്മലിത്ത സന്യാസിമാരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഒരു വിശേഷ ലക്ഷണമാണ് ഉത്തരീയം. ഉത്തരീയം വഴിയുള്ള അനുഗ്രഹങ്ങൾ പങ്കുവെക്കുന്നതിനായി ഉത്തരീയത്തിൻ്റെ ഒരു ചെറിയ പതിപ്പ് അൽമായരായ ആളുകൾക്കും നൽകപ്പെട്ടു. ഉത്തരീയം സ്ഥിരമായി ഉപയോഗിക്കുന്നത് വഴി ശുദ്ധീകരണ സ്ഥലത്തു നിന്നുള്ള മോചനം എളുപ്പത്തിൽ സാധിക്കും. ഉത്തരീയം ധരിക്കുന്നവർ പെട്ടെന്ന് തന്നെ ശുദ്ധീകരണ സ്ഥലത്തെ അഗ്നിയിൽ നിന്ന് മോചിക്കപ്പെടുമെന്ന് ജോൺ 22-ാമൻ പാപ്പായുടെ ഔദ്യോഗിക എഴുത്തിൽ പറഞ്ഞിരിക്കുന്നു. പാപ്പ പറഞ്ഞ ഈ കാര്യത്തെ 1908 ജൂലൈ 4 സവിശേഷ പുണ്യങ്ങളുടെ വിശുദ്ധ സമിതി സ്ഥിരീകരിക്കുകയും അതിനെക്കുറിച്ചുള്ള പ്രഖ്യാപനം നടത്തുകയും ചെയ്തിട്ടുണ്ട്. വിശുദ്ധ സൈമൺ സ്റ്റോക്കിൻ്റെ കാലത്ത് ആരംഭിച്ച ഉത്തരീയ പ്രചാരണം ഒരു നൂറ്റാണ്ട് കൊണ്ട് സാർവത്രികമായി. അത്ഭുതകരമായ അടയാളങ്ങളുടെ അകമ്പടിയോടെ ഉത്തരീയ ഭക്തി സഭയിൽ പ്രചരിച്ചു. അതിതീക്ഷ്ണമായ മാനസാന്തരങ്ങൾ ഉണ്ടായി. അഗ്നിബാധകൾ, പ്രളയങ്ങൾ, രോഗങ്ങൾ, വെടിയുണ്ടകൾ, വാളുകൾ എന്നിവയിൽ നിന്നെല്ലാം ഉത്തരീയം ധരിച്ചവർ അത്ഭുതകരമായി രക്ഷപ്പെട്ടു. കത്തോലിക്ക വിശ്വാസികളായ നമ്മെ സംബന്ധിച്ചിടത്തോളം വളരെ പണ്ടേ പ്രാബല്യത്തിലുള്ളതും വളരെ പ്രധാനപ്പെട്ടതുമായ ഒന്നാണ് വെന്തിങ്ങ ഉത്തരീയം ധരിക്കുക എന്നത്. ജപമാലയോടൊപ്പം തന്നെ വെന്തിങ്ങയും അണിയുന്ന ഒരു പാരമ്പര്യം നമ്മുടെ വിശ്വാസ ജീവിതത്തിനുണ്ട്. ആദ്യ കുർബാന സ്വീകരണ സമയത്ത് വൈദികൻ കുഞ്ഞുങ്ങളുടെ കയ്യിൽ വെന്തിങ്ങ നൽകി അനുഗ്രഹിക്കുന്ന പതിവ് ഇന്നും തുടർന്നു പോരുന്നുണ്ട്. നമ്മുടെ അപ്പൂപ്പന്മാരുടെ കാലത്തൊക്കെ ഉത്തരീയ ഭക്തി എന്നത് വളരെ ശക്തമായിരുന്നു. പ്രാർത്ഥിക്കുമ്പോഴും പറമ്പിൽ അധ്വാനിക്കുമ്പോഴും യാത്ര ചെയ്യുമ്പോഴും ഉത്തരീയം ധരിച്ച് എപ്പോഴും രക്ഷ പ്രാപിക്കാൻ ആഗ്രഹിച്ച് ദൈവത്തിൻ്റെ സംരക്ഷണത്തിൻ്റെ കീഴിൽ ജീവിച്ചിരുന്ന ഒരു തലമുറ നമുക്കുണ്ടായിരുന്നു. എന്നാൽ കാലം ചെല്ലും തോറും ഉത്തരീയം, ജപമാല തുടങ്ങിയ ഭക്തി അഭ്യാസങ്ങളോടുള്ള വിശ്വാസികളുടെ താല്പര്യം കുറഞ്ഞ് ഇല്ലാതാകുന്ന ദയനീയമായ കാഴ്ച നാം കാണുന്നുണ്ട്. ഏത് അപകടത്തിൽ നിന്നും നമ്മെ കാത്തുരക്ഷിക്കുവാൻ ശക്തിയുള്ളതാണ് വെന്തിങ്ങ അഥവാ ഉത്തരീയം. ഇന്നു മുതൽ പരിശുദ്ധ കർമ്മല മാതാവിൻ്റെ സംരക്ഷണം ലഭിക്കുവാൻ പ്രാർത്ഥിക്കുകയും വെന്തിങ്ങ ധരിക്കാമെന്ന ഒരു തീരുമാനം എടുക്കുകയും ചെയ്യാം.